സാമ്പത്തിക ക്രമക്കേടിൽ CPM അന്വേഷണം നേരിടുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസിന്റെ ഭീഷണി പ്രസംഗം. തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കും മാധ്യമങ്ങൾക്കുമാണ് ഭീഷണി. പിന്തിരിപ്പന്മാരുടെ കൈയും തലയും വെട്ടിയെടുക്കുമെന്നും പരാമർശം. തൽക്കാലം വിജയിക്കാം, പക്ഷെ ബാഹുബലി വീണ്ടും ജനിച്ചേയിരിക്കും. ബാഹുബലി ജനിച്ചുകൊണ്ടേയിരിക്കും. കട്ടപ്പമാര് പിന്നെന്ന് കൊട്ടുമ്പോഴും ബാഹുബലി വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. വിസ്മയകരമായി നിങ്ങളുടെയൊക്കെ കേന്ദ്രങ്ങളെ മുട്ടുവറപ്പിച്ചുകൊണ്ട് തലയിൽ ഈ പറയുന്ന പിന്തിരിപ്പന്മാരുടെ തലയൊക്കെ കയ്യിൽ വെട്ടിയെടുത്ത് നടന്നു വരുന്ന ബാഹുബലിയുടെ ചിത്രം ഉണ്ടല്ലോ, അതുണ്ടാവും. അങ്ങനെ വീണു പോകുന്നവരല്ല. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, പോസ്റ്റർ ഒട്ടിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, എന്താണ് സാഹചര്യം, വിവരങ്ങൾ? പാലക്കാട്ടെ ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ PA ഗോകുൽദാസാണ് ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം നടത്തിയിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടിൽ ഈ ഗോകുൽദാസിനെതിരെ CPM-ന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കും മാധ്യമങ്ങൾക്കും എതിരെ എന്ന രീതിയിൽ ഈ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കാരിരുമ്പിന്റെ ശക്തിയെ അതിന്റെ ഉള്ളിൽ അണഞ്ഞു കത്തുന്ന തീയിനെ കെടുത്താൻ ഒരു പിന്തിരിപ്പൻ ശക്തിക്കും കഴിയില്ല. അണഞ്ഞു കത്തുന്ന തീയൊന്ന് ആളിപ്പടർന്നാൽ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കരിഞ്ഞു പോകും. ആളി കത്താൻ ഇടവരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന തരത്തിലാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയെ ഒറ്റുകൊടുക്കുന്നവർക്കും കട്ടപ്പമാർക്കും തൽക്കാലം വിജയിക്കാം, പക്ഷെ ബാഹുബലി ജയിക്കും. അതുപോലെ കട്ടപ്പന്മാർ പിന്നിൽ നിന്നും കുത്തുമ്പോഴും ബാഹുബലി ജയിച്ചുകൊണ്ടേ ഇരിക്കും എന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു ഭീഷണി പ്രസംഗം ഗോകുൽദാസ് നടത്തിയിരിക്കുന്നത്. ഈ ഗോകുൽദാസ് മുണ്ടൂർ ഭാഗത്തുള്ള CPM-ന്റെ പാർട്ടി ഓഫീസുണ്ട്. ആ പാർട്ടി ഓഫീസിന്റെയും പാലിയേറ്റീവ് കെയറിന്റെയും നിർമ്മാണത്തിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് പരാതി. ഈ പരാതിക്കെതിരെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് 2 അംഗ കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കോങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗോകുൽദാസിനെതിരെ വ്യാപകമായി പോസ്റ്ററുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിക്ക് അകത്തു നിന്നുള്ള ആളുകൾക്കെതിരെയും അതുപോലെ മാധ്യമങ്ങൾക്കെതിരെയും ഒക്കെ ഭീഷണി പ്രസംഗവുമായിട്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഗോകുൽദാസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, ശരി അരുൺ.